എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കേണ്ടത്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. 23-ാം തീയതി 24-ക്ക് ഞാൻ അവിടെ എത്തൂല ഇൻഷാല്ലാ. വിളിക്കാം നമുക്ക്. മലപ്പുറം അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പരിപാടികളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, നോമ്പ് പറയുമ്പോൾ സംസാരിക്കാം. ഞാൻ വിളിച്ചാർന്നോട് എടുത്തില്ല. അവന്റെ മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മള് കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിന്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം. അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരക്കാണ്. ഞാൻ ജിമ്മിന്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്. കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ, നാട്ടിലല്ലോ, സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഗൾഫിലിട്ട് വിഷയം തീർക്കോളൂ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ഗൾഫിലിട്ട് വിഷയം തീർക്കോളൂ. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങൾക്ക് വേണം. നിങ്ങൾ അവളടുത്ത് മെസ്സേജ് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിച്ച് പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. എല്ലാരും കൂടെ സന്തോഷത്തോടെ എല്ലാരും വേണം എനിക്ക്. ഗൾഫ് മാത്രമല്ല, നിങ്ങൾ എല്ലാരും വേണം. ഞാൻ നിന്റെ പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്ക് എന്ത് പ്രശ്നമാണ് ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. മതി. നോക്ക്, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് സത്യം ടെൻഷൻ ഉണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കുമല്ലോ. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പൊ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടന്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പൊ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉദ്ഘാടനം റെഡി ആവണോ? ഞാനൊരു 7 മണി 7:30 ആവുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് പോയത്. ഞാൻ ബാലൻസ് അയച്ചില്ല, മറന്നാ. ഷഡ് ഇടാറില്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് ഞാന് ഓഫ് ചെയ്തില്ല കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ വിട്ടുപോയേ. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് പോയത്. അപ്പൊ അവരുടെ നോക്കിയതിനെ IBC അങ്ങനെ വരും. അപ്പൊ എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടോ.